സർ, ഇന്ത്യയിലെ വോട്ടിംഗ് സിസ്റ്റമേ ശരിയല്ല എന്നാണ് രാഹുൽ ഗാന്ധി പൊതുവെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു, വോട്ട് കൊള്ള എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതും. അതിനുവേണ്ടിയാണ് ഈ അധികാർ യാത്ര, വോട്ടേഴ്സ് അധികാർ യാത്ര അദ്ദേഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു യാത്ര കൊണ്ട് അദ്ദേഹം ലക്ഷ്യമിടുന്ന നേട്ടം യാത്രയ്ക്ക് ശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രസന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ബീഹാർ തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട സമയത്തല്ല ഇത് തുടങ്ങിയത്. ഒന്നില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഈ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് വരാൻ പറ്റുമായിരുന്നു. കാരണം ഈ രാഷ്ട്രീയക്കാർക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളിനെ ചേർക്കും, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ചെയ്യിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ പല പാർട്ടിക്കാരും ഉണ്ട്. പക്ഷേ അന്നൊന്നും ഇതിനെപ്പറ്റി അദ്ദേഹമോ കേരളത്തിൽ CPI ഒന്നും പ്രതികരിച്ചില്ല. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, 100-125 ദിവസവും കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന്റെ പ്രോസസ് എല്ലാം തീർന്ന് അവര് ഏതാണ്ടൊരു അടുത്ത ഇലക്ഷന്, അതായത് ബീഹാർ തുടങ്ങിയ സ്റ്റേറ്റുകളിലേക്കുള്ള ഇലക്ഷന്റെ പ്രോസസ്സിലേക്ക് പ്രവേശിച്ച സമയത്താണ് രാഹുൽ ഗാന്ധി ഒരു ഇഷ്യൂ ആയിട്ട് മഹാദേവപുര ഇഷ്യൂ ആയിട്ട് രംഗത്തെത്തിയത്. ഇതിനെ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിൽ വലിയ കക്ഷിയാണ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമെങ്കിൽ പോലും ലലു പ്രസാദ് യാദവിന്റെയും മറ്റ് മുലായം സിംഗ് യാദവിന്റെയും ഒക്കെ പാർട്ടിയുടെ ഒരു കൂടെ നടക്കാൻ മാത്രം പറ്റുന്ന വിധത്തിലുള്ള വലിപ്പമായി ഇന്നിപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളൂ. അവർക്ക് ഈ പറയുന്ന മുന്നണികളെ ഒന്നും നയിച്ചുകൊണ്ട് പോകാനുള്ള കഴിവില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. പക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ബീഹാറില് ദീർഘകാലം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ്. അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ വളരെ പരിതാപകരമായിരുന്ന അവസ്ഥ. അവര് ഷെയർ ചെയ്ത കുറച്ച് സീറ്റ് കിട്ടി എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 175 സീറ്റുള്ള ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ. അവിടെ മിനിമം ജയിക്കാവുന്ന ഒരു 50 സീറ്റ് സംഘടിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കേണ്ടത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതുപോലെ ഇതൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ പറയുന്നത്. ഇവർക്ക് ടെക്നിക്കലായിട്ട് പല കാര്യങ്ങളും അറിയത്തില്ല. ടെക്നിക്കലായിട്ട് ഇപ്പം ഇവര് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാർക്ക്ഡ് കോപ്പി സപ്ലൈ ചെയ്യണമെന്നാണ്. ശരിക്കും നമ്മളതിന്റെ ഇൻഡെപ്തിൽ പോയി ചോദിച്ചു കഴിഞ്ഞാല് പ്രിസൈഡിങ് ഓഫീസർക്ക് കൊടുക്കുന്ന മാർക്ക്ഡ് കോപ്പി തന്നെ വേണം ഇവർക്ക് ഡിജിറ്റലായിട്ട് കിട്ടണം എന്നാണ് പറയുന്നത്. അത് ഇലക്ഷൻ റൂൾസ് അനുസരിച്ച് അത് കൊടുക്കാൻ നിർവാഹമില്ല. കാരണം ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ അത് സീൽ ചെയ്ത് അകത്ത് ട്രഷറിയുടെ വാൾട്ടുകളിൽ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഈ മാർക്ക്ഡ് കോപ്പി എന്ന് പറയുന്നത്. ഇലക്ഷൻ കേസുകൾ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഈ മാർക്ക്ഡ് കോപ്പി പിന്നീട് എടുത്ത് പരിശോധിക്കാൻ, കോടതിയുടെ അനുമതിയോടുകൂടി എടുത്ത് പരിശോധിക്കാൻ പറ്റും. അപ്പം അതെന്ന് പറയുന്നത് ഈ നടക്കാത്ത കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇതിന് രാഹുൽ ഗാന്ധിക്ക് ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റി ഇക്കാര്യത്തില്. ഈ ഓളം ഉണ്ടാക്കിയേക്കുന്നത് ഇതിന്റെ തെര ഒക്കെ എവിടേക്കാണ് ചെന്ന് അടിക്കാൻ പോകുന്നതെന്നുള്ളത് കുശാഗ്ര ബുദ്ധികൾ അല്ലെങ്കിൽ അതികുറുക്കന്മാരായ BJP-കാരുടെ വായിലേക്കാണ് ഇത് ചെന്ന് വീഴുന്നത്. അവര് ഈ ഒരു അവസരം എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത്. അതായത് നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ പണ്ടെന്നല്ല, കഴിഞ്ഞ അസം ഇലക്ഷന്റെ കാലത്ത് അല്ലെങ്കിൽ ആസാമിലെ BJP സർക്കാരുകൾ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ഈ ദേശീയ പൗരാവകാശ രജിസ്റ്റർ. അതായത് അവിടെ അനധികൃത കുടിയേറ്റക്കാരുണ്ട്,
അവരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സിറ്റിസൺ രജിസ്റ്റർ ഉണ്ടാക്കണം എന്ന് ആസാമിലെ BJP സർക്കാർ ഒരു അജണ്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ അജണ്ടയിലേക്ക് BJP സർക്കാർ ഇദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ സമരത്തിനെ വഴിതിരിച്ചു വിട്ടാൽ അത് സംഭവിക്കാൻ പോകുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളവും അതൊരു വലിയ നേട്ടമായിരിക്കും. കാരണം ഇന്ത്യയില് ഇന്ന് നമ്മൾ ഈ പറയുന്ന 160 കോടി ജനങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ല. അതൊരു ശരിയായ കണക്കല്ല. 1971 കാനേഷുമാരിയില് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു ഇവരുടെ കാനേഷുമാരി ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ കൃത്യമായിട്ട് ഈ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തണം. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മളുടെ ബർത്ത് റേറ്റ് വർദ്ധിച്ചു വരികയാണ്. അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ജനസംഖ്യ റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞ വിവരമറിയും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കാനേഷുമാര് നടത്തുന്നതിന്റെ നോഡൽ ഓഫീസേഴ്സ് കളക്ടർമാരാണ്. ഇവരിൽ ഈ സന്ദേശം ചെന്നു കഴിഞ്ഞപ്പോൾ കളക്ടർമാർ കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ കൊണ്ടുവരുന്ന കണക്ക് ജനസംഖ്യാ വർധനവിന് ആനുപാതികമായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പരിശോധിക്കും എന്ന് പല കളക്ടർമാരും. അത് ആലപ്പുഴ ജില്ലയിലെ ഒരു കളക്ടർ അക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ ഈ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ മിക്കവാറും ടീച്ചർമാരാണ് ഈ കണക്കെടുക്കാൻ പോകുന്നത്. അപ്പൊ കാനേഷുമാരെ കണക്കെടുക്കാൻ ചെല്ലുമ്പോഴേക്കും അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്, ആദ്യ അംഗങ്ങളുടെയൊക്കെ പറയും. അപ്പം ആ ജില്ലയുടെ ഒരു ആനുപാതിക ബർത്ത് റേറ്റിന്റെ വർധനയുണ്ട്. അപ്പൊ നേരത്തെ ഉള്ള കണക്കിൽ നിന്നും ഇതിന് വർധന ഇല്ലെങ്കിൽ ഇവര് പറയും, അങ്ങനെ ഇത്രയും പേരേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ കുട്ടികളെ മക്കളെ ഒന്നുമില്ല, ഇവിടെ ഇല്ല, പുറത്തുണ്ടോ? പുറത്തുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന അവര് വിസിറ്റ് ചെയ്യുന്ന ഹൗസിന്റെ പുറത്ത് അവരിപ്പം ആലപ്പുഴയിൽ നിന്ന് മാറി തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ ആണ് താമസമെങ്കിൽ അവരുടെ പേര് കൂടി കണക്കിൽ ചേർക്കും. എന്നിട്ടും ഈ കണക്കങ്ങോട്ട് ഇതിനനുസരിച്ച് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഒരു നർമ്മഭാവനയായിട്ടാണ് റവന്യൂ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അവിടെ നിൽക്കുന്ന നായെ ചൂണ്ടിട്ട് ചോദിക്കുക, എന്താണ് ഈ പട്ടിയുടെ പേരെന്താണ്? അത് ക്രിസ്റ്റഫർ. ശരി. എത്ര വയസ്സായി? 2 വയസ്സ്. ക്രിസ്റ്റഫർ 2 വയസ്സ്. എരുത്തിലിൽ നോക്കിയിട്ട് ചോദിക്കും, അത് പശു എന്താണ്? പശു സുവർണ. എത്ര വയസ്സുണ്ട്? 7 വയസ്സ്. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ ജനസംഖ്യയിൽ കയറി കൂടിയിട്ടുണ്ട്. അതായത് ആ ജനസംഖ്യ കണക്കെടുക്കുന്ന സ്ഥലത്ത് ഉള്ളവരും ഇല്ലാത്തവരും പിന്നീട് പക്ഷിമൃഗാദികൾ പലതും പൂച്ചയും ഒക്കെ കയറിയിട്ടുണ്ട് ഈ കണക്കിൽ നിന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അംഗീകരിക്കണം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവര് സർക്കാര് ഈ ജനസംഖ്യ കൂടി വരേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ പഞ്ചവത്സര പദ്ധതികളിൽ നിന്നാണ് കോൺഗ്രസ് പാർട്ടി അല്പ ചില്ലറ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ 100 പേരാണ് ജനസംഖ്യ ഉണ്ടെങ്കിൽ 125 പേരുടെ കണക്ക് വെച്ചിട്ടൊരു പഞ്ചവത്സര പദ്ധതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന കോൺഗ്രസ്സുകാർക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ കിട്ടും. അതായത് അതിൽ നിന്നും മാറ്റാൻ പറ്റും. അതായത് പദ്ധതി ഉണ്ടാക്കുന്ന 125 പേർക്ക് ജനസംഖ്യ 80 പേരെ ഉള്ളെങ്കിൽ 45 പേരുടെ ഫണ്ട് എന്ന് പറയുന്ന മിസ്യൂട്ടിലൈസ് ചെയ്യും. അത് നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട്. ആ ഫണ്ട് അതൊക്കെ പിന്നീട് അസ്തമിച്ചത് 2000-ന് ശേഷമാണ്. ഇതേപോലെയുള്ള സംഗതി, അതായത് അതാത് സ്ഥലത്തുള്ള ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാര്, പുറത്തുള്ള വോട്ടർമാരെല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിന് ഒരു അരിപ്പ വെച്ചിട്ട് യഥാർത്ഥ ഇന്ത്യൻ സിറ്റിസൺ വോട്ട് കൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇത് ലീഡ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഗാന്ധി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയില് ഒരു സിറ്റിസൺ രജിസ്റ്റർ
കൊണ്ടുവരുന്ന ഒരു നീക്കത്തിലേക്കായിരിക്കും. അപ്പം RJയുടെ ആ എഫർട്ടിനെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര കഴിയുമ്പോഴേക്കും അറിയാം എന്തൊക്കെയാണ് ആ യാത്രയുടെ ഒരു റിഫ്ലക്ഷൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊട്ടാകെ എന്തൊക്കെ റിഫ്ലക്ഷൻ ആണ് ആ യാത്ര ഉണ്ടാക്കാൻ പോവുക എന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ആ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടേഴ്സ് അധികാർ യാത്ര. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.